നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 29-ാം തീയതി 1201 ആണ്ട് കർക്കടക മാസം 13-ാം തീയതി ബുധനാഴ്ച മാത്രമല്ല, ഇന്ന് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ഉദയ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതിനെ എല്ലാ കത്തിനേക്കാൾ പ്രാധാന്യം ഇന്ന് പൗർണമിയാണ്. വെളുത്ത വാവ് ദിവസമാണ്. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ്. പൗർണമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ശരിക്കും പൗർണമി ദിവസം അന്നത്തെ ആഴ്ച കൊള്ളൂല, അല്ലെങ്കിൽ നക്ഷത്രം കൊള്ളൂല എങ്കിൽ പോലും പൗർണമിയുടെ പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയും അത് എല്ലാവർക്കും ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസവും നല്ലൊരു നക്ഷത്രവും കൂടി വന്നിരിക്കുന്ന ദിവസം പൗർണമിയും കൂടി ആയതുകൊണ്ട് ഇന്നത്തെ ഈ മാസത്തിലെ പൗർണമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ്. ഏറ്റവും സന്തോഷഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ സന്തോഷഫലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇന്ന് അത് വിജയത്തിലേക്ക് കലാശിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും പോസിറ്റീവ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് കിട്ടും. നമ്മൾ തന്നെ ചിന്തിക്കുക, ഓരോ ദിവസവും നമ്മൾ ഗ്രഹങ്ങളെ വിടുക, നമ്മളിൽ തന്നെ വ്യത്യസ്തങ്ങളുണ്ടാവും. ചില ദിവസം നമുക്ക് നല്ല ടെൻഷനായിരിക്കും. ചില ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനൊരു ഉന്മേഷം വരത്തില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവും. ഇതൊരു വ്യക്തി തന്നെ പ്രകടമാവുന്നത് പോലെ ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. ഇന്ന് മൊത്തത്തിൽ ഒരു എനർജി, പോസിറ്റീവ് എനർജി പ്രകടമാകുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനോ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ ദിവസമാണ്. അതുപോലെ കർക്കടക മാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ഇന്ന് പൗർണമിയും കൂടി വന്നു. അതിൻ്റെ പോസിറ്റീവ് എനർജിയും കൂടി നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പ്രകാശം പോലെ നമുക്ക് മുമ്പോട്ട് ഒരു നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു പ്രകാശം നമുക്ക് മുന്നിലേക്ക് ലൈറ്റ് വെട്ടമായിട്ട് കിട്ടിയാലോ, നമുക്ക് സ്മൂത്തായിട്ട് റോഡൊക്കെ നല്ല വഴി കണ്ട് യാത്ര ചെയ്യാം. അതുപോലെ നമുക്ക് നല്ല പ്രകാശം കിട്ടുന്ന ഒരു വർഷമാണ്. അത് ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാവട്ടെ, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് നല്ല ഉദ്യോഗ പുരോഗതി, അല്ലെങ്കിൽ ജോലിയിൽ നല്ല സ്ഥലം, നല്ല ബോസിനെ നമുക്ക് കിട്ടും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. അതായത് നല്ല നല്ല ഓർഡറുകൾ കിട്ടും. നമ്മൾ ചെയ്യുന്നതിന് നല്ല വിജയസാധ്യത ഉണ്ടാവും. ഇതൊക്കെ തരുന്ന ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികളാവട്ടെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പോയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അതെടുത്ത് എഴുതണം, കാരണം അത് വിജയിക്കും. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങാനോ, ബിസിനസ് തുടങ്ങാനാവട്ടെ, അല്ലെങ്കിൽ വീട് വയ്ക്കാനാവട്ടെ, വസ്തു മേടിക്കാനാവട്ടെ, കല്യാണത്തിനാവട്ടെ, എന്ത് ശുഭകാര്യത്തിന് ഇറങ്ങിയാലും വിജയിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഞാൻ പറഞ്ഞു, പൗർണമിയും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ഒരു മാസത്തെ ഒരു ദിവസമേ പൗർണമിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:30 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 2 മണി 1 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് താനും. അതുപോലെ ഗുളികകാല സമയം, ഗുളിക വരുന്നത് 10 മണി, അന്നത്തെ ദിവസം 10 മണി 58 മിനിറ്റ് തൊട്ട് 12 മണി 31 മിനിറ്റ് വരെ ഗുളികൻ ഉദിച്ചു നിൽക്കുന്ന സമയമാണ്. ഗുളിക ഉദയം ഒന്നിനും നല്ലതല്ല. ഗുളികൻ നിന്ന ഭാവം
അനർത്ഥമായി ഭവിക്കും. ആ സമയത്ത് ചെയ്യുന്നത് അനർത്ഥമാവും. നമുക്ക് അർത്ഥം നല്ലത്, അനർത്ഥം ദോഷം, ഐശ്വര്യവും ഐശ്വര്യക്കേടും. അതുപോലെ യമകണ്ഠകാല സമയം നിൽക്കുന്നത് 7:51 തൊട്ട് 9:24 വരെ യമകണ്ഠകാല സമയമുണ്ട്. ഈ സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഇന്ന് നമുക്ക് മൊത്തത്തിൽ നല്ലതാണ്. ഇതുപോലെ 1-2 ഗുളികകാല സമയം, യമകണ്ഠകാല സമയം ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അതുപോലെ രാവുകാല യാത്രയ്ക്ക് നല്ലതല്ല. പക്ഷേ ഇതിന് എല്ലാത്തിനേക്കാൾ നല്ല സമയമുണ്ട്, അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരം. ഇടയ്ക്കൊരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ജാതക പ്രകാരം ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിയും, അത് കോമൺ ആയിട്ടുള്ളതാണ്, ഇറങ്ങുമ്പോഴും വസ്ത്രധാരണം ശ്രദ്ധിക്കുക. പച്ച കളറിലുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച തുണി കരുതുക. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഫലങ്ങൾ കിട്ടുന്ന ദിവസമാണ്. കിട്ടേണ്ട പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.